ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടമാണ്. അപ്പോളജിസ്റ്റിക് മിനിസ്ട്രിയിൽ അതോടൊപ്പം തന്നെ പാസ്റ്ററൽ ശുശ്രൂഷയും ചെയ്തു വരുന്ന ഒരു ആദരണീയ വ്യക്തിത്വമാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം. ഇന്ന് അനിൽ കൊടിത്തോട്ടത്തെ ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ, എനിക്ക് പാസ്റ്ററിന്റെ ആ ഒരു മിനിസ്ട്രി വർക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതിൽ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറകൾ നാട്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇസ്ലാമിൻ്റെ ഒരു ഭീകരതയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പോകുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇന്നത്തെ ആ തലമുറയിൽ അത് എത്രമാത്രം ഭീകരമാണ്, അതിനെ നമുക്ക് എങ്ങനെ തടയാനായിട്ട് സാധിക്കും? തീർച്ചയായും ദൈവവചനത്തിലൂടെയൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും അതിനപ്പുറമായിട്ട് മാനുഷികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒന്ന് കുറച്ചുകൂടെ ഒരു ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ആദ്യം തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ഏക സത്യ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് വിഗ്രഹാരാധന ഇല്ലാത്ത ഒരു മതം എന്ന തെറ്റായ ഒരു നരേഷനാണുള്ളത്. അത് സൗമ്യവും സമാധാനപരവും ഒക്കെയായ നിലയിൽ വർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിധത്തിലും യാതൊരു നീതിയും വസ്തുതകളും പുലർത്താത്ത ഒരു വലിയ മിലിറ്റൻ്റായ ഗ്രൂപ്പിൻ്റെ പേരാണ് ഇസ്ലാം. ആയുധശക്തി കൊണ്ടും തന്ത്രം കൊണ്ടും ആശയദാരിദ്ര്യ നിമിത്തം അവരുടെ മീതെയുള്ള ആക്രമണ ബോധം കൊണ്ടും മാത്രം ലോകത്ത് സ്വാധീനമുറപ്പിച്ച ഒരു മതം. അതൊരു മതമല്ലേ, ഇതര മതങ്ങളെപ്പോലെ അതിനെ ബഹുമാനിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ നിഷ്കളങ്കരായ കോടിക്കണക്കിന് മുസ്ലിം സഹോദരന്മാർക്കും പോലും മനസ്സിലാകാത്ത വിധം ഇസ്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അസ്ഥിരങ്ങളായ ചില ആശയങ്ങളുടെ മീതെയാണ്. അതിലെന്തെങ്കിലും നന്മകളുണ്ടോ എന്ന് തോന്നിയാൽ അത് തന്നെ കോപ്പി അടിച്ചതോ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമോ ഉള്ളതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ചിന്തകളായിട്ടുള്ള 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, 5 അടിസ്ഥാന സ്തൂപങ്ങളോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ചിന്തകളോ പോലും ഖുറാനിലില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇസ്ലാം ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് കരുതുന്ന അത്തരത്തിലെ ആശയങ്ങൾ പോലും ഇല്ലാത്തൊരു കൃതി, ആ കൃതി ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടുമ്പോൾ ഞാൻ ആളോട് പറയാറുണ്ട്, നിർബന്ധമായും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഖുറാൻ്റെ കോപ്പി വാങ്ങി വെക്കണം. കാരണം അത് വായിച്ചാൽ മാത്രം മതി, ആൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധവും എത്രമാത്രം അധർമ്മവുമാണ് എന്ന് മനസ്സിലാകും. ഇനി സാർ ചോദിച്ചിലേക്ക് നേരെ വരാം. ഇന്ന് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് ഇസ്ലാമിൻ്റെ ഈ ദാവ പ്രവർത്തനം മാറിയിട്ടുണ്ട്. ഏത് മതവും പ്രചരിപ്പിക്കുന്നതിൽ ആളുകൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേങ്കിൽ അതിനവർ യഥാർത്ഥത്തിൽ ഇവരെന്ത് വിശ്വസിക്കുന്നു എന്നത് മറച്ചു വച്ചിട്ട് അവർ വളരെ തന്ത്രപരമായിട്ട് അവരുടെ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിലിപ്പോൾ ക്രൈസ്തവരെ കണ്ടാൽ അവരാദ്യം ചെയ്യുന്നത് ബൈബിളിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ച് ഒരു കുട്ടിയിൽ സംശയം ജനിപ്പിക്കുന്നു. ആ സംശയത്തിലൂടെ ഈ കുട്ടി കുറേ നേരം ചരിച്ചു കഴിയുമ്പോൾ അവർ ഇസ്ലാമിലുണ്ടോ മഹത്വമുണ്ട് എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രബന്ധമദൃഷ്ട്യ സംശയാലുവാകുന്ന കുട്ടി ഈ വസ്തുതകളുടെ ഉള്ളടക്കരാഹിത്യം അറിയാതെ അതിൽ ചെന്നുപെടുകയും കാലക്രമേണ ഇസ്ലാം എന്ന അടിമത്തം, നമ്മുടെ പദത്തിൻ്റെ അർത്ഥം തന്നെ അടിമത്തമാണ്, ആ അടിമത്തത്തിൻ്റെ ആ ബോണ്ടേജ് ഭേദിച്ച് പുറത്തു വരാൻ കഴിയാത്ത വിധം ഒരു അപകട സന്ധിയിലേക്കായിരിക്കും പോകുന്നത് എന്ന് പറയാതെ വയ്യ. അത് തീർച്ചയായിട്ടും നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നു എന്നത് വളരെ ജാഗ്രതയോടെ കാണേണ്ട ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു വാർത്ത വന്നായിരുന്നു, ഇംഗ്ലീഷ്സ്ഥാൻ എന്ന പേരിൽ അത് ഒരു നരേറ്റീവ് ഉണ്ടാക്കി, ഒരു വലിയ ബിൽ ബോർഡൊക്കെ ഉണ്ടാക്കി, അതിനുശേഷം അവരത് വലിച്ചു കയറി കളയുകയൊക്കെ ചെയ്തു. ഇത് സാമൂഹ്യ വിരുദ്ധർ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വലിച്ചു കയറി കളയുകയൊക്കെ ചെയ്തു. എങ്കിലും ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പാകിസ്ഥാൻകാർ കൂടുതലുള്ള ഒരു ഇസ്ലാം ആൾക്കാർ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ്സ്ഥാൻ എന്ന പേര് മാറ്റാനും മാത്രം അവർക്ക് ധൈര്യം വന്നെങ്കിൽ അത്രമാത്രം ഭീകരമായി കഴിഞ്ഞു ആ ഒരു പ്രദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിലും പല കോളേജുകളിലും ഞാൻ മനസ്സിലാക്കുന്നത്, പല കോളേജുകളിലും പണ്ട് നമ്മുടെ നാട്ടിലുള്ള ICPF പോലെയുള്ള പ്രവർത്തനങ്ങൾ പോലെ തന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു കോളേജുകളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെയൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്ന ഒരു പ്രവണത കേട്ട് പരിചയമുണ്ട് എനിക്ക്, പല ആളുകളിൽ നിന്ന് അറിയുകയും ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു തലമുറ നശിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും ശരിയാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ ഒക്കെ അവരുടെ അത്തരത്തിലെ പ്രചരണ വേലകൾ, തന്ത്രങ്ങൾ ഏതാണ്ട് തീരെ മാറിപ്പോയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അവർ പിടിച്ചു നിന്നത് ബൈബിളിലെ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ഇത്തരം ചോദ്യങ്ങളെ വളരെ കൃത്യമായി ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ നേരിടുകയും ഖുറാൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്ക രാഹിത്യത്തെ കൃത്യം പുറത്തു കൊണ്ടുവരികയും അവർ ഏറെ ദൈവത്തെക്കാൾ, അള്ളാഹുവിനേക്കാൾ പ്രകീർത്തനം ചെയ്യുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആൾ
ഒരു പ്രവാചകൻ പോലും അല്ല, ഒരു മനുഷ്യൻ പോലും അല്ല എന്ന് വെച്ചാൽ മനുഷ്യത്വത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ സദ്ഗുണങ്ങളൊന്നുമില്ലാത്ത വിധം തമോ ഗുണങ്ങൾ മാത്രം നിഷിദ്ധമായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്ക് കൃത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. എന്ന് മാത്രമല്ല, ഇവരേറെ ആദരിക്കുന്ന മുഹമ്മദ് എന്ന മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ നന്മകൾ, അദ്ദേഹത്തിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്താണ്, അദ്ദേഹം പഠിപ്പിച്ച പ്രിൻസിപ്പിൾസ് അല്ല, ആ മനുഷ്യനിൽ നിന്ന് സമൂഹം പഠിക്കേണ്ട മോറൽ ലെസൺസ് എന്താണ്, അദ്ദേഹത്തെ മാതൃകയാക്കുന്നത് ഏതെല്ലാം കാര്യത്തിലാണ്, ഇത്യാദി ചില ചോദ്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും അത്തരം 10 മോറൽ ലെസൺസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാൻ ആവശ്യപ്പെട്ടിട്ട് അത് പറയാനോ പഠിപ്പിക്കാനോ ഒറ്റ ദാവാ പ്രഭാഷകനെയും കണ്ടില്ല. മറ്റൊന്ന്, പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ പരിഭാഷപ്പെടുത്തിയ ഖുറാൻ തുറന്നു വെച്ച് ഇസ്ലാമിക വിദ്യാർത്ഥികളെ അടക്കം നമ്മൾ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഈ നാളിതുവരെ അവർക്കുണ്ടായിരുന്ന ദാവാ പ്രവർത്തനത്തിൻ്റെ ആ തന്ത്രം കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ, അങ്ങനെ സൗത്ത് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ അത് ഏതാണ്ടൊക്കെ ഇനി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇനി ഒരു സംവാദം കേരളത്തിൽ സംഘടിപ്പിക്കാൻ പോലുമുള്ള ത്രാണി ദാവാ പ്രഭാഷകർക്കില്ല. എന്നാൽ യൂറോപ്പിലെ സ്ഥിതി, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ഥിതി മറ്റൊന്നാണ്. അതിൻ്റെ ഒരു കാരണം, ഒരു ഇസ്ലാമിക പ്രഭാഷകനെ എടുത്താൽ അവരെ ആരാധിക്കുന്ന ഏറ്റവും കൂടുതൽ തുറന്നു പറയുന്ന സ്ഥലങ്ങൾ, പ്രകീർത്തിക്കുന്ന സ്ഥലങ്ങൾ അറബ് കൺട്രീസാണ്. അറബ് കൺട്രീസിനെ നിരന്തരം പുകഴ്ത്തുന്നവർ അമേരിക്ക അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ വല്ലാതെ വിമർശിക്കുകയും ചെയ്യും. പക്ഷേ അഭയാർത്ഥികളായിട്ട് ഇവർ പോകുമ്പോൾ ഇവർ അറബ് രാജ്യവും ഇത്തരം അഭയാർത്ഥികളെ സ്വീകരിച്ച് കാണുന്നില്ല. മറിച്ച് ഇവരൊക്കെ വരുന്നത് UK, US, ഓസ്ട്രേലിയ ഒക്കെ പോലെയുള്ള രാജ്യങ്ങളിലാണ്. അത് ഫ്രാൻസ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ചെന്ന ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു. അതിഭീകരമായൊരു വിധത്തിൽ അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. ഒരുമിച്ച് കൂടി ആ സ്ഥലത്തെ പ്രോപ്പർട്ടികൾ എന്ത് വില കൊടുത്തും വാങ്ങി സ്വന്തമാക്കുന്നു. എന്നിട്ട് അതിനുള്ളിൽ ഒരു ശരീരത്തിൽ ലോ കൊണ്ടുവരത്തക്ക വിധത്തിൽ സിസ്റ്റം കൊണ്ടുവരുന്നു. അവിടെ മോസ്ക് പണിയുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിനകത്തൊരു രാജ്യം എന്ന നിലയിലേക്ക് അവർ സങ്കല്പനം കൊണ്ടുവരുന്നു. അത് വിജയിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. കേരളത്തിലും അതുപോലെ നമ്മുടെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ എങ്ങനെ ആശയപരമായി ഇവരെ നേരിട്ടോ ഇതേ വിധത്തിൽ തന്നെ ഖുറാന്റെ ഉള്ളടക്കത്തെ, അതുപോലെ തന്നെ ഹദീസുകളിൽ പറയുന്ന പൊരുത്തക്കേടുകളെ, ചരിത്രപരമായ അതിൻ്റെ തിന്മയെ, സർവോപരി ഇത് കേവലം ഒരു മതമല്ല, വിശ്വാസ സംബന്ധിയായ ഒരു കാഴ്ചപ്പാടല്ല, അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യരാശയത്തിനെ നശിപ്പിക്കുന്ന ഒരു വിപത്താണ് എന്ന സത്യം ഇവരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ രാജ്യം, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും ഭാഗമായിട്ട് സ്വീകരിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഇടത് വലതു മുന്നണികളുടെ കൃത്യമായ പിന്തുണയുണ്ട്, പിൻബലമുണ്ട്. ആ പിൻബലത്തിൻ്റെ കരുത്തിലാണ് അവർ മുമ്പോട്ട് വരുന്നത്. ആ സ്ഥലത്ത് നമുക്ക് ആശയപരമായി പോരാടി ജയിക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും ഇനിയുള്ള കാലം നമ്മുടെ കുട്ടികളെ ഇസ്ലാം എന്താണെന്ന് കൃത്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അത് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ വെച്ച് കൃത്യം പഠിപ്പിക്കുകയും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള പ്രാപ്തി നൽകുകയും വേണം. കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് റോഡരികിലുമൊക്കെ അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദാവാ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ കുട്ടികൾ ചെന്ന് വശംവദരാകരുത്. അതിൻ്റെ കാരണം, നിങ്ങൾ അതിനകത്ത് വശീകരിക്കപ്പെടുന്നതോടുകൂടി നിങ്ങൾ മനുഷ്യത്വ വിരുദ്ധരാകും, നിങ്ങൾ സഹജീവികളെ സ്നേഹിക്കാൻ കഴിയാതെ വരും. നിങ്ങൾക്ക് മുഹമ്മദിനെ അനുകരിക്കുക വഴി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുര്യോഗം, വലിയ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നിർത്തിയാടേണ്ടി വരും. വസ്തുത അതാണ്. ഒരിക്കലും ലോകത്ത് യാതൊരു മനുഷ്യനും അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു യോഗ്യതയും മുഹമ്മദ് എന്നുള്ള അവരാദരിക്കുന്ന അവരെ പ്രവാചകനില്ല. ഞങ്ങൾ ഈ പറയുന്ന വാക്കുകൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇസ്ലാമിക സഹോദരനെയും ദുഃഖിപ്പിക്കാനോ അദ്ദേഹത്തെ വേദനിപ്പിക്കാനോ അല്ല. മറിച്ച് ഈ പറയുന്നതിൻ്റെ താഴെ നിങ്ങൾ കമൻ്റായി മുഹമ്മദ് എന്ന മനുഷ്യനെ അനുകരിക്കാൻ കൊള്ളാവുന്ന ആ സദ്ഗുണങ്ങളുടെ നിര താഴോട്ട് എഴുതിയിട്ടാൽ തീർച്ചയായും യാതൊരു തർക്കവും കൂടാതെ ആ ഗുണങ്ങളെ അനുകരിക്കാൻ ഗുണപരമെങ്കിൽ ഞങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. അത് അരിച്ചു കുളിച്ചു നോക്കിയിട്ട് അത്ര ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മതമാണ്. അതിൽ അള്ളാഹു രണ്ടാമനാണ്. അള്ളാഹു എന്ന് പറയുന്ന ബോർഡിന് ഒരു റോളും അവിടെ ഇല്ല. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, നിങ്ങൾ മുഹമ്മദിനെ വിമർശിച്ചാൽ നിങ്ങളുടെ ശിരസ്സറുത്ത് കളയും, അള്ളാഹുവിനെ വിമർശിച്ചാൽ താക്കീതോ തടവശിക്ഷയുള്ളൂ. അപ്പോൾ ആരാണ് ദൈവമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ദൈവത്തെക്കാൾ ഒരു മനുഷ്യനെ ഉയർത്തുക മാത്രമല്ല, ആ മനുഷ്യൻ്റെ ദുഷ്കൃത്യങ്ങളെ നാഴിക്ക് 40 വട്ടം പോയി ന്യായീകരിക്കേണ്ട ഗതികളിലേക്കാണ് ദാവാപ്രഭാഷകരും ഇസ്ലാമിക പണ്ഡിതന്മാരും ചെന്നെത്തിയിരിക്കുന്നത് എന്ന് ഈ ആധുനിക കാലത്ത് നമ്മെ ദുഃഖിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ ചോദ്യങ്ങളുമായി വരുന്നവർ ഈ മുഹമ്മദിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ദയവായി ഒന്ന് പഠിപ്പിക്കുന്ന സൗമ്യതയുടെ ആത്മാവിൽ അവരോട് ചോദിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് പുറകോട്ട് പോകരുത്. പാസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ അടുത്ത ഇടയിൽ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ രാഷ്ട്രം ഇത് കഴിഞ്ഞ് ഡാലസിലോട്ട് പോവാണ്. ഡാലസിൻ്റെ അടുത്ത് ഇലക്ട്രിക് സിറ്റി എന്ന് പറഞ്ഞൊരു പക്ഷേ കേട്ട് കാണുമായിരിക്കും. ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു സെൻറ്റർ, ഏതാണ്ട് 400 ഏക്കറോളം സ്ഥലം അവർ മേടിച്ച് അവിടെ സബ് ഡിവിഷൻസുകളും വീടുകളും ഷോപ്പിംഗ് സെൻറ്റേഴ്സും അവരുടെ പള്ളികളും അവരുടെ സ്കൂളുകളും ഒക്കെ പണിഞ്ഞ് ഒരു എപ്പിക് സെൻറ്റർ അവർ തന്നെ ഈ രാജ്യത്തിനകത്തെ ഒരു ചെറിയൊരു രാജ്യം എന്ന് പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് അവർ മുതിർന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും അതിനൊരു ചെറിയ കോടതി വഴി ഒരു ചെറിയ തട ഇപ്പം വീണിരിക്കുകയാണ്. ഇനി അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എത്രമാത്രം ഭീകരമാണ് എന്ന് നമ്മളിപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാവുന്നത്. പല അപ്പോളജിസ്റ്റിക് മിനിസ്ട്രിയിലൊക്കെ പലരും വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭീകരതയെപ്പറ്റി പലരും അറിയുന്നത്. ഈ രാജ്യത്ത് ഈ ഒരു ക്രിസ്ത്യൻ ആശയത്തിലും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ രാജ്യം കെട്ടിപ്പടുക്കിയപ്പോൾ ഇന്ന് സ്കൂളുകളിൽ പോലും ബൈബിൾ വേണ്ട എന്ന് പറയുന്ന ആളുകളാണ്. ടെക്സാസിനെ സംബന്ധിച്ച് പാസ്റ്റർ ഒരുപക്ഷെ അറിഞ്ഞു കാണും, ഇപ്പം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇനി ആ ഒരു കരിക്കുലമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് 2 കൊല്ലമെങ്കിലും എടുക്കുമായിരിക്കും. അതിനെ പോലും എതിർക്കുന്ന ഒരു പ്രവണത ഇപ്പോഴും ഇവിടെയുള്ള ഈ മറ്റു പാർട്ടികൾക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് പാർട്ടികൾ ബൈബിൾ വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ പാസ്റ്റർ പറയുന്നു, നമ്മൾ ഇസ്ലാമിനെയും പഠിക്കണം, ബൈബിളും പഠിക്കണം, എങ്കിൽ മാത്രമേ സത്യം എന്തെന്ന് വേർതിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും ഇസ്ലാം പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മുമ്പ് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് ഒഴിവാക്കിക്കൊണ്ടൊരു ഇസ്ലാം ഇല്ല. ഇസ്ലാം തന്നെ പൊളിറ്റിക്സാണ്. രാഷ്ട്രതന്ത്രപരമായൊരു ലോകം അതിനുണ്ട്. അതിൽ ഡെമോക്രസിക്ക് സ്ഥാനമില്ല. അത് തികച്ചും ഹൈറാർക്കിലാണ്. അത് ശരീഅത്ത് നിയമങ്ങൾ കൊണ്ട് അത് സവിശേഷമാണ്. മറിച്ചൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. മോഷ്ടിച്ചവൻ്റെ കൈവെട്ടുക, മുഹമ്മദിനെ വിമർശിച്ചവൻ്റെ തലയിറക്കുക, അള്ളാഹുവിനെ ആരെങ്കിലും വിമർശനം ചെയ്താൽ അവനെ ഇല്ലായ്മ ചെയ്യുക, അതൊക്കെ ഒരു ആധുനിക ലോക സങ്കല്പത്തിൽ ഒരിക്കലും ചേരാത്ത കാര്യമാണ്. എന്തിനാണ് മുഹമ്മദും അള്ളാഹു വിമർശനത്തെ ഇത്ര ഭയക്കുന്നത്? അവരത് കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ? അപ്പോൾ ഇവർക്ക് അത്ര ഭയമാണ്. അപ്പോൾ ഭയത്തിൻ്റെയും വാളിൻ്റെയും ബലത്തിലല്ലാതെ വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു ത്രാണിയൊന്നും അവർക്കില്ല. അത്ര ദുർബലരാണ് ഈ പാവ സഹോദരന്മാർ. പിന്നെ ഇവരുടെ തന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാഴ്ച ഇവിടെ കാണേണ്ടതുണ്ട്. അത് ഇവിടെ വന്നിട്ട് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിയിട്ട് ഒന്നുമില്ലായ്മക്കാരെ പോലെ ആക്ട് ചെയ്ത് ജീവിക്കുക, എന്നിട്ട് ഇതിൻ്റെ മറവിൽ ഈ ദാവാ പ്രവർത്തനം നടത്തുക, എന്നിട്ട് ഒരു വിവാഹം കഴിക്കുക, ആ സ്ത്രീയെ ഉപേക്ഷിച്ചു എന്ന രേഖകളിൽ വരുത്തിയിട്ട് ആ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോട് അപ്പോൾ തന്നെയും ബന്ധം തുടരുന്നുണ്ട്. പക്ഷേ 2 ആണ് എന്ന് വരുത്തി തീർത്ത് താമസിക്കുക, ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുക, 3ാമതൊരു സ്ത്രീയും കെട്ടാം, 4ാമതൊരു സ്ത്രീയും കെട്ടാം. ഇതൊക്കെ കെട്ടുകഥ പറയുന്നതല്ല, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരു പ്രശ്നമുള്ളത് ഈ രാജ്യത്തെ തദ്ദേശവാസികളുടെ ഹൃദയവിശാലത വല്ലാതെ കൂടിപ്പോയി എന്നുള്ളതാണ് അതിൽ കാണുന്നൊരു കാര്യം. ഓരോ ഇസ്ലാമിക രാജ്യത്തും നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റു മതസ്ഥരെ ആ രാജ്യങ്ങൾ വിശേഷിച്ച് ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടാൻ തന്നെ പ്രയാസമാണ്. ഒക്കെ കിട്ടാൻ ഒക്കെ സാധ്യതകളായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, മിക്ക രാജ്യങ്ങളിലും നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ നിങ്ങളുടെ പേരിൽ പറ്റില്ല. നിങ്ങൾ അവിടെ ഒരു അറബിയുടെ പേരിൽ നിങ്ങളൊരു സ്ഥാപനം ആരംഭിച്ചു, ഒരു ഹോട്ടൽ ആരംഭിച്ചു, ഒരു ടെക്സ്റ്റൈൽസ് ആരംഭിച്ചു. അത് നന്നായി വിജയിക്കുന്നു എന്ന് കണ്ടാൽ ഈ അറബിക്ക് അത് അനായാസനം പിടിച്ചെടുക്കാം. നിങ്ങളതിൻ്റെ ഒരു കാര്യസ്ഥൻ മാത്രമാണ്. ഇത്തരം ഒരു കാര്യം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നടക്കത്തില്ല. അവർ കൊടുക്കുന്ന ആ മനുഷ്യത്വം അത് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകളെ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സിസ്റ്റം എന്ന നിലയിൽ അവർ ഈ ഭൂമി കൈയാളുന്നു, ആ സ്ഥലങ്ങളെ അക്വയർ ചെയ്തെടുക്കുന്നു, അവിടെ കൊണ്ട് മോസ്ക് പണിയുന്നു. അതൊക്കെ ചെയ്യുന്നതിലെ തെറ്റല്ല പറയുന്നത്. ക്രമേണ അവർക്ക് പൊതുനിരത്തുകൾ നിസ്കാരത്തിന് വേണ്ടി വരുന്നു, ആളുകളുടെ യാത്ര സ്തംഭിക്കുന്നു. ഇതെല്ലാം നടക്കുകയാണ്. അപ്പോൾ ഇതിനെ ചെറുക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാം വലിയൊരു ഭീകരതയാണ്. ആ ഭീകരതയെ നമ്മൾ തിരിച്ചറിയണം. അല്ലാത്ത പക്ഷം ലോകം പോകുന്നത് ഗുരുതരമായ അപകടത്തിലേക്കാണെന്ന് പറയാതെ വയ്യ. താങ്ക് യു പാസ്റ്ററെ. നല്ലൊരു മെസ്സേജായിരുന്നു എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പാസ്റ്ററിൻ്റെ ഒരു മെസ്സേജ് കേട്ടായിരുന്നു. ആ ഒരു മെസ്സേജിൽ അതുപോലെ തന്നെ ഈ അന്ത്യകാലത്തെ 4 കുതിരകളെ പറ്റി പാസ്റ്റർ പറഞ്ഞ ഒരു മെസ്സേജിൻ്റെ അകത്ത് അവസാനത്തെ മഞ്ഞ കലർന്ന പച്ച ഉള്ള കുതിരയെ പറ്റി ഒരു വ്യാഖ്യാനം, അതിനെപ്പറ്റി ഒന്നുകൂടെ വിശദീകരിക്കാം, വളരെ ചുരുക്കമായിട്ട് വിശദീകരിക്കാം. അതെൻ്റെ വീക്ഷണത്തിൽ എൻ്റെ മാത്രമല്ല, പുതിയ ചില കണ്ടെത്തലുകൾ ആ വിധത്തിൽ വരുന്നുണ്ട് ബൈബിൾ പഠനത്തിൽ. അതായത് ഈ ബൈബിളിലെ അത്തരത്തിലുള്ള എൻ്റെ പഠന രീതി അനുസരിച്ച് ഒരു എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആശയം മുഹമ്മദിൻ്റെ ചിന്താധാരയിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ ഉപോത്ബലകമായ വാക്യങ്ങൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. എതിർ ക്രിസ്തുവിൻ്റെ യോഗ്യതകൾ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. 1-ന്റെ 22-ലും ഇതുപോലുള്ള വാക്യം ഈ വചനം പറയുന്നുണ്ട്. പുത്രനെ നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു. അപ്പോൾ ഒരു ഇസ്ലാമിയനാണ് ചോദിക്കുന്നത്, ദൈവത്തിന് പുത്രനോ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ദൈവം കല്യാണം കഴിച്ചോ ഇത്യാദി ചോദ്യം വഴി ആണ് ഇതിനെ നേരിടുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഈ അള്ളയ്ക്ക് തന്നെ ജിന്നിൽ 3 പെൺമക്കളാണ്. ജിന്നുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളാണ് അള്ളയ്ക്ക് 3 പെൺമക്കൾ. അത് ഖുർആനിൽ അവരുടെ പേരുണ്ട്, ലാത്ത, മനാത്ത, ഉസ. അപ്പോൾ ഇത് സംബന്ധിച്ച തഫ്സീറുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആദ്യം മുഹമ്മദ് ഇവരെ കൂടി ഉൾക്കൊണ്ടൊരു കാലഘട്ടമുണ്ട് മക്ക ജീവിതകാലത്ത്. എന്നാൽ പിന്നീടാണ് മുഹമ്മദ് ലാത്തയും മനാത്തയൊക്കെ പറയുന്നത്. ലാത്തയും മനാത്തയൊക്കെ ഉയരപ്പറക്കുന്ന കൊക്കുകളാകുന്നു എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നുണ്ട് സാക്ഷാൽ മുഹമ്മദ് തന്നെ ഹദീസിൽ. ഒരു കോംപ്രമൈസ്. എന്നിട്ട് മക്ക നിവാസികൾ ഇവരെ അംഗീകരിക്കാതെ, അദ്ദേഹത്തെ അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ലാത്തയും പൊട്ട മനാത്തയും പൊട്ടെന്ന് പറഞ്ഞ് ഇട്ടേക്ക് അള്ളാഹു മാത്രം ഏകനാകുന്നു എന്നൊക്കെയുള്ള ഒരു നിലയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമാകുന്നു എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു പഠിപ്പിച്ച ത്യാഗം, നന്മ, സഹിഷ്ണുത, ധാർമ്മികത,
ഇതിനെയെല്ലാം ഘടക വിപരീതം എടുത്ത് കടപുഴകി എറിഞ്ഞു കളഞ്ഞു സമൂഹത്തിൽ നിന്ന്. എന്നിട്ടാണ് മുഹമ്മദ് രംഗത്തോട്ട് വരുന്നത്. സാധാരണ ഒരു മനുഷ്യൻ വലത്തോട്ട് വസ്ത്രം ധരിക്കുമ്പോൾ ഇടത്തോട്ട് വസ്ത്രം ധരിക്കണം. വൃത്തിയോടെ വെടിപ്പോടെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പഠിക്കുമ്പോൾ മീശ വടിച്ച് കളഞ്ഞിട്ട് അവന് താടി മാത്രം വെക്കണം. എന്നിട്ട് സ്ത്രീയെ ഒരു ചാക്ക് തുണിക്കുള്ളിലേക്ക്. അത് തന്നെ വന്നത് ഇതൊന്നും അള്ളാഹു പറഞ്ഞിട്ട് പോലും ചെയ്യുന്നതല്ല. അള്ളാഹു പറയാതെ ഉമറാണ് സത്യത്തിൽ ഇതിന് കാരണക്കാരൻ. അതറിയാൻ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള യാതൊരു ശാസ്ത്രീയതയില്ലാത്ത കാര്യങ്ങൾ, മനുഷ്യത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ലസ്റ്റാണ് മുഹമ്മദ് പഠിപ്പിച്ച മതത്തിൻ്റെ ഉള്ളടക്കം. ലസ്റ്റ് അല്ലെങ്കിൽ മോഹം, തീവ്രമായ മോഹാനുരാഗങ്ങളുടെ ഒരു വഴിയിലൂടെയാണ് മുഹമ്മദ് തൻ്റെ ജനതയെ കൊണ്ടുവന്നത്. അത് സ്വർഗത്തിൽ ചെന്നാലും ഭൂമിയിൽ വന്നാലും ഒക്കെ ഇതാണ്. അതുകൊണ്ട് മുല്ലാമാർ തന്നെ പറയാണ്, നിങ്ങൾ ഇവിടെ ഇതൊന്നും ചെയ്യരുത്, സ്വർഗത്തിൽ ഇതെല്ലാം കിട്ടും, മദ്യം കിട്ടും. പക്ഷെ ഇവിടെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഈ വിധത്തിൽ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു ചർച്ച തന്നെ നയിക്കുന്നത് ഖുർആൻ 4:21-23 വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഈ സ്വന്തം മകളെ വിവാഹം കഴിക്കാറുള്ള മകളെന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗലി ഉണ്ടായ കുട്ടിയാണെങ്കിൽ, കാരണം ലേഖാമൂലം ഒരു വിവാഹം നടക്കുന്നില്ല. വിവാഹം നടക്കാത്തിടത്തോളം ഇത് ഇല്ലീഗലി ഉണ്ടായതാണെങ്കിൽ ആ ആളെ ഈ പുള്ളിക്ക് വിവാഹം കഴിക്കാം എന്ന നിലയിലേക്കുള്ള തഫ്സീറുകൾ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അത് ഇവരെല്ലാം പറയും, നമ്മളൊക്കെ തന്നെ പറയും ഞങ്ങളാരും ഉണ്ടാക്കിയ വ്യാഖ്യാനത്തെ ആസ്പദമാക്കിയല്ല, ഇവരുടെ ചിന്തകന്മാർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ കൃത്യം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ യേശു ഒരു കുട്ടിയെ, കൊച്ചുകുട്ടിയെ വിളിക്കുന്ന ബാലെ തലീധ കുമി എന്നാണ്. കൊച്ചു കുഞ്ഞെ എഴുന്നേൽക്കുക, തലീധ. അറബിയും താലിതാണ് പെൺകുട്ടി. തലീധ എന്ന് പറഞ്ഞാൽ അത് അരാമിക്കാണ്. തലീധ കുമി, കും ടു എറൈസ്, എണീറ്റ് വന്നാലും അത് അവരുടെ കിയാമത്ത് നാൾ, എണീറ്റ് വരുന്ന നാൾ അറിയാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ 10-12 വയസ്സുള്ള കുട്ടിയെ ബാല അല്ലെങ്കിൽ കുഞ്ഞെ എന്ന് വിളിച്ച യേശു 5 വയസ്സും 10 മാസമുള്ള ആയിഷയെ ഭാര്യയായി കണ്ട മുഹമ്മദ്. അപ്പോൾ എങ്ങനെ എതിർ ക്രിസ്തു അല്ലാതാകും? ഇനി അതൊന്നും. അടുത്തത് ബൈബിൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, മുഹമ്മദിൻ്റെ വഴികളെ സപ്പോർട്ട് ചെയ്യുന്ന, എങ്ങനെ അദ്ദേഹം തന്നെയാണ്, അദ്ദേഹം പഠിപ്പിച്ച ആ വഴി തന്നെയാണ് എതിർ ക്രിസ്തുവിൻ്റെ വഴി, ഇരുട്ടിൻ്റെ വഴി എന്ന് കൃത്യം പറയുന്ന നിരവധി വചനങ്ങളുണ്ട്. ഞാനതിൻ്റെ പല പ്രശ്നങ്ങളിലും അടുത്ത കാലത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ തിക്താനുഭവങ്ങളോ പ്രശ്നങ്ങളോ എന്ത് തന്നെ ആയിരുന്നാലും അത് നേരിട്ട് കൊള്ളാമെന്നുള്ള ചിന്തയിൽ സകലത്തോടെ അത് ഞാൻ പ്രചരിപ്പിച്ചു വരുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, ഞാൻ തന്നെ ഇതിൻ്റെ എതിർ ക്രിസ്തുവിനെ കണ്ട ഒരു പൗരാണിക ചിന്തകനാണ് ബാർക്കളെ അങ്ങനെയാണ് സ്ഥാപിക്കുന്നത്. പണ്ടേ അതുണ്ടെങ്കിലും ഇത്ര കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നിട്ടില്ല. ഈ കുതിരയുടെ കാര്യമൊക്കെ ഞാൻ ആണ് കൊണ്ടുവന്നെന്ന് തോന്നുന്നു, മലയാളിക്കിടയിലേക്ക് ഞാനാണ് കൊണ്ടുവന്ന് തോന്നുന്നു. പക്ഷെ അതൊരു നല്ലൊരു ആശയമായിരുന്നു. അത് ഞാൻ വേറെ ഒരിടത്തും അതേപോലെ തന്നെ ഒരു ആശയം ഞാൻ ഇംഗ്ലീഷ് ഒരു പ്രഭാഷണത്തിൽ അതും ഞാൻ കേട്ടായിരുന്നു. അതിനുശേഷം പാസ്റ്ററാണ് മലയാളത്തിൽ, കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത്. അപ്പോൾ 4ാമത്തെ കുതിര ഒരു ഇസ്ലാമൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ആശയമാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു നമ്മുടെ അകക്കണ്ണുകളെ തുറക്കുന്ന തരത്തിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ആ 4 കുതിരകളെ പറ്റി ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതായത് ഇത് അല്പം ഗഹനമായൊരു വിഷയമാണ്, എന്നാൽ അനായാസനെ പറ്റിക്കാം. ആദ്യം പ്രജുഡീസ് മൈൻഡ്, പ്രയോറി സെറ്റ് ചെയ്ത് ഇത് കേൾക്കാതിരിക്കുക. നിഷ്പക്ഷതയോടെ വേണം കേൾക്കാൻ. ബൈബിളിൻ്റെ പ്രത്യേകത തന്നെ അത് പ്രോഫസി, പ്രവചനങ്ങളുടെ ഒരു സമാഹാരമാണ്. ബൈബിളിനെ ഇത്തരം മതഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം അത് ഫോർടോൾഡ് ചെയ്ത, പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ പിൽക്കാലത്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 7 അത് 4 മൃഗങ്ങളെ പറ്റി പറയുന്നു. ദാനിയേൽ ഒരു ദർശനം കണ്ടു, ബേൽഷസ്സർ രാജാവിൻ്റെ വാഴ്ചയിൽ. ആ ദർശനത്തിൽ 1-ാം മൃഗം സിംഹ സദൃശ്യവും അത് കഴുകൻ ചിറകുള്ളതുമായിരുന്നു. 2-ാം മൃഗം ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്ന കരടിക്ക് സദൃശ്യമായിരുന്നു. 3-ാം മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. 4-ാം മൃഗം ഇരുമ്പ് പല്ലുള്ളൊരു ഘോരമൃഗം, ഭീകരമൃഗം. അത്രയാണ് ആ 4 മൃഗങ്ങളുടെ വിഭജനം. ഇനി വെളിപ്പാട് 4ലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പാരലാകുന്നതിനെ കാണാം. അത് വെളിപ്പാട് പുസ്തകത്തിൽ 4 മുദ്രകൾ ഭേദിക്കുന്നത്, ആകെ 7 മുദ്രകൾ, അതിൽ 6-ാം അധ്യായത്തിൽ ഭേദിക്കുന്ന മുദ്രകളാണ്. ഈ മുദ്രാഭേദനം നടക്കുമ്പോൾ 4 കുതിരകൾ വരുന്നു. ഈ കുതിരകളിൽ 1-ാമത്തെ കുതിര വെള്ളയും, 2-ാമത്തെ കുതിര ചുവപ്പും, 3-ാമത്തത് കറുപ്പും, 4-ാമത്തത് വിളറിയ പച്ചയുമാണ്. അത് മഞ്ഞ, വിളറിയ പച്ച, മഞ്ഞ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെ ക്ലോറോഫിൽ. അവിടെ നമുക്ക് അടുത്തേക്ക് പോയാൽ ഈ 4 കെരൂബ്സ് ഇവനെ വിളിക്കുക, സ്വർഗത്തിലെ 4 കെരൂബുകൾ. അപ്പോൾ ആ കെരൂബുകളുടെ മുഖഭാവം, 1-ാം മൃഗം സിംഹ സദൃശ്യം, 2-ാം മൃഗം കാളയ്ക്ക് സദൃശ്യം, 3-ാം മൃഗം മനുഷ്യന് സദൃശ്യം, 4 കഴുകന് സദൃശ്യം. അപ്പോൾ ഈ ജീവജാലങ്ങൾ വിളിക്കുമ്പോഴാണ് ഈ കുതിര ഓരോന്നും വരുന്നത്. ആ വിളി ഉച്ചത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ഗൗരവം ഉണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, വെളിപ്പാടും ദർശനങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ട് പ്രതീകാത്മകമാണ്, സിംബോളിക്കലാണ്. അതുകൊണ്ട് ടോമി സെബാസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ഭൂമി മുഴുവൻ കാണുന്നു, ആകാശത്തോടൊത്ത് വലിയൊരു മരം കണ്ടു. അപ്പോൾ അതിങ്ങനെ ഭൂമി പരന്നാണ്. വാസ്തവത്തിൽ സ്വപ്നം ഈ റിയലി ഉള്ള സംഭവത്തിനപ്പുറത്താണ്. ഒരു KSRTC ഒരുത്തൻ തലയിൽ വെച്ചുകൊണ്ട് പോയായിട്ട് സ്വപ്നം കാണാം, ഇല്ലേ? അതിന് മീനിങ് ആണ്, അതവിടെ വിഷയം. അതിന് സ്വപ്നത്തിന് ഇന്നതേ വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതുപോലെ
നമ്മുടെ ദാനിയേൽ കണ്ടതും പിന്നെ യോഹന്നാൻ കണ്ടതുമായ വിഷൻസിന് ഒത്തിരി സമാന്തരത്വമുണ്ട്. അവരുടെ ജീവിതത്തിലുണ്ട്. രണ്ടുപേരും യഹൂദഗോത്രക്കാർ, 2 പുസ്തകം, 27-ാമത്തെ പുസ്തകങ്ങൾ. ഒരാളെ വിളിച്ചു പ്രിയ പുരുഷ ദാനിയേലെ, അടുത്ത യോഹന്നാനെ വിളിച്ചു യേശു സ്നേഹിച്ച ശിഷ്യൻ. 2 പേർക്കും സ്വാഭാവിക മരണം, 2 പേരും പീഡകളിൽ കൂടി കടന്നുപോയി, 2 പേർക്കും തമ്മിൽ കണ്ടിട്ടുമില്ല. വളരെ കാലഘട്ടങ്ങൾ പ്രവചിച്ചിരിക്കുന്നത്. അത് ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ പുസ്തകത്തിൽ യേശു ജനിക്കുന്നതിൻ്റെ മുമ്പ്, സുവിശേഷം ലോകത്തെത്തുന്നതിന് മുമ്പ്, ലോകം യേശു ക്രിസ്തുവിൻ്റെ ഗോസ്പൽ എക്സ്പാൻഡ് ചെയ്യാൻ പാകത്തിന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി നാച്ചുറലായിട്ട്. അത് ബാബിലോന്യരും പേർഷ്യക്കാരും ഗ്രീക്കുകാരും റോമക്കാരും ചേർന്ന് ലോകത്തെ അന്നത്തെ രീതിയിൽ മോഡിഫൈ ചെയ്തു. അവരാണ് നമ്മൾ എല്ലാം പറയാൻ സമയത്തിൻ്റെ പരിധി കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രീക്കുകാരെ എടുക്കാം, ബാക്കി 2 സമയക്കൊണ്ട് വിടാം. ഗ്രീക്കുകാർ ലോകത്തെ ഒരു ഭാഷയ്ക്ക് കീഴിലാക്കി. ഗ്രീക്ക് ഇന്ന് ഇംഗ്ലീഷ് പോലെയാണെന്ന് ഗ്രീക്ക്. രണ്ടാമത് റോമക്കാരാണ്. റോമക്കാർ നല്ല റോഡുകളും കടൽ മാർഗങ്ങളും കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്യുകയും കപ്പൽ യാത്രകളും സുഗമമാക്കി. ഈ ഭാഷ ലോകഭാഷയായപ്പോഴാണ് ഗോസ്പൽ പ്രസംഗിക്കുക എല്ലായിടത്തും മനസ്സിലാവും. ഈ വഴി സുഗമമായതുകൊണ്ടാണ് സെയിന്റ് പോളിനെ പോലുള്ള മിഷണറി ജേണി എളുപ്പമായത്. അപ്പോൾ ഇതിന് ബൈബിളിൽ ഗലാത്യലേഖനം 4:4 കാലസമ്പൂർണത എന്ന് പേരിട്ടു. അതായത് കാലം വികാസ പരിണാമങ്ങളുടെ അന്നത്തെ അത്യച്ചുകൂടിയിലെത്തിയപ്പോൾ യേശു ജനിച്ചു. ഗോസ്പൽ എല്ലായിടത്തും എക്സ്പാൻഡ് ചെയ്തു. ഇനി യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ടും വീണ്ടും ഇതുപോലൊരു കാലസമ്പൂർണ്ണത വരിക. അപ്പോൾ ഇനി കാലം ഉണ്ടാകില്ല എന്ന് 10-ാം അധ്യായത്തിൽ പറയുക. പുതിയൊരു ലോകക്രമം വരിക എന്നാണ് ബൈബിളിൻ്റെ വിഷയം. അപ്പോൾ ഇന്നത്തെ ആധുനികമായ ലോകത്തേക്ക് ശ്രദ്ധിച്ചാൽ ലോകം ഒരു ഭാഷയ്ക്ക് കീഴിൽ, ലോകത്തെ ഏറ്റവും നല്ല റോഡുകൾ, എഫക്റ്റീവ് ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം ഗോസ്പലിൻ്റെ എക്സ്പാൻഷനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം മുഴു ലോകത്തോടും പ്രസംഗിക്കും, അപ്പോൾ യുഗാവസാനം വരും. അങ്ങനെയാണ്. അപ്പോൾ ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത് 4 വേൾഡ് പവേഴ്സാണ് ലോകത്തെ ഇന്ന് കാണുന്ന അളവിലെത്തിച്ചത്. അത് ലോകം ഇന്ന് കാണുന്ന നിലയിലെത്താൻ കാരണക്കാരിൽ ഏറ്റവും പ്രധാനം വൈറ്റ് പവറാണ്, വൈറ്റിൻ്റെ പവറാണ്, വെള്ളക്കാരുടെ ശക്തി. ആ വെള്ളക്കാരൻ്റെ ആധിപത്യത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ തന്നെയാണ് അമേരിക്ക, ബ്രിട്ടൻ തന്നെയാണ് ഓസ്ട്രേലിയ. അപ്പോൾ വൈറ്റ്സും അവരുടെ സഖ്യശക്തികളെയാണ് നമ്മൾ കാണുന്ന ആ വെള്ളക്കുതിര. സോ ആ വെള്ളക്കുതിര അങ്ങനെയാണെന്ന് പറയാൻ കാരണം ദാനിയേൽ 7 കാണുന്ന സിംഹം ഇന്ന് ബ്രിട്ടന്റെ ചിഹ്നമാണ്. ഈ സിംഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് കഴുകൽ ചിറകുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കഴുകൽ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്നെടുത്ത് അതിന് മനുഷ്യഹൃദയം കൊടുത്തു. എത്ര കറക്റ്റാൻ നോക്കി? അമേരിക്ക. അവിടുന്ന് പറഞ്ഞു വന്ന കഴുകനാണ്. അപ്പോൾ ഇതൊരു പവറായിരിക്കുക. 2-ാം ജീവിയത രണ്ടാമത്തെ ഒരു പാർശ്വമർത്തിൽ നിൽക്കുന്ന ബിയറാണ്, കരടിയാണ്. കരടി റഷ്യയുടെ ജില്ല. ഇനി 2-ാം ലോകത്തിന്റെ പ്രത്യേകത എന്താ? അത് വിപ്ലവാത്മക ലോകമാണ്, ചുവപ്പൻ ലോകമാണ്. 1-ാം ലോകം വെളുപ്പ്, 2-ാം ലോകം ചുവപ്പാണ്. 1-ും 2 ലോകം കഴിഞ്ഞാൽ പിന്നുള്ളതെല്ലാം ബ്ലാക്സ് ആണ്. അത് ഇവിടെ ഉള്ളവർക്ക് കൃത്യം അറിയാം. ഇവിടുത്തെ നേറ്റീവ്സ് വഴി എല്ലാം ബ്ലാക്കായിട്ട് ഇവർ കൂട്ടുന്നത്. എല്ലാവരും ബ്ലാക്കാണ്. എത്ര വെളുത്തിരുന്നാലും ബ്ലാക്കാണ് അല്ലേ? ശശിധരനെ പോലൊരു സുമുഖനും ബ്ലാക്കാണ് അവർക്ക് പേരെടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തിനും അത് കേട്ടാൽ മനസ്സിലാവും, ബോധമുള്ള മനുഷ്യനല്ലേ, അറിവൊക്കെ ഉള്ളതല്ലേ. അതെല്ലാം ബ്ലാക്സാണ്. നമ്മുടെ നാട്ടിൽ ഏത് സുന്ദരനും ഇവിടെ ബ്ലാക്കാണ് ലോകത്തിലൂടെ. അപ്പം 1-ാം ലോകം വൈറ്റ്, 2-ാം ലോകം റെഡ്, 3-ാം ലോകം ബ്ലാക്കിൻ്റെ. ഇനി ആ 3 എണ്ണം നിൽക്കട്ടെ. ഇനി വെളിപ്പാടിലേക്ക് വന്നാൽ ആദ്യം വിളിക്കുന്നത് സിംഹമാണ്. വരിക പൊന്നാഞ്ചി വന്നിട്ട് വെള്ളക്കുതിര. അവൻ ജയിക്കുന്നവനായി ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ്റെ കയ്യിലൊരു വില്ലുണ്ട്. സമാധാനം പറയുന്നത്. പക്ഷെ അടി തുടങ്ങിക്കഴിഞ്ഞാൽ അടിക്കും. ആയുധം കയ്യിലുണ്ട്, അതിന് വിട്ടുവീഴ്ചയില്ല. അതാണ് പാശ്ചാത്യ ശക്തികളുടെ പ്രത്യേകത. രണ്ടാമത് ഈ പാശ്ചാത്യ ശക്തികൾ ലോകത്തെ ഇങ്ങനെ ആധിപത്യം ചെലുത്തുന്ന ഘട്ടത്തിൽ തന്നെ രണ്ടാമതൊരു ജീവി ഒന്ന് വിളിക്കുക വരാൻ, കാളയെ വിളിക്കുന്നത്. കാള തൊഴിലെടുക്കുന്നവൻ്റെ, വണ്ടി വലിക്കുന്നവൻ്റെ ഒക്കെ പ്രതീകമാണ്. നിലമുഴുക തൊഴിലാളിയുടെ പ്രതീകമാണ്. തൊഴിലാളി പറഞ്ഞു വരാൻ സർവ്വരാജ്യ തൊഴിലാളികളെ വന്നതൊരു ചുവന്ന കുതിര. അതെ, കമ്മ്യൂണിസ്റ്റ് ലോകമാണ്. കമ്മ്യൂണിസ്റ്റ് ലോകം കേവലം റഷ്യ മാത്രം വരുന്നില്ല, അത് ചൈനയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആ ലോകം കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലോകം, കാരണം ആ ലോകത്തിന്റെ ഈ സ്പന്ദനം പലയിടത്തും എടുക്കുന്നുണ്ടോ. പണ്ട് നമ്മുടെ EMS പറഞ്ഞത് ചൈനക്കാർ അവരുടേതൊന്നും നമ്മുടേതൊന്നും കരുതുന്ന പ്രശ്നം അതിൽ തർക്കം വന്നപ്പോൾ അത് ഒരു കാലം അറിയോ? അങ്ങനെ പറയാൻ പറ്റും, തള്ളി പറയാൻ പറ്റില്ല, അത്രയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു ശക്തിയാണ് 2-ാം ശക്തി, വിളിക്കുന്ന ഒരു കാളയാണ്. മൂന്നാമത് ഈ 2 ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ചരിത്രമാണ് നമ്മൾ 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് കണ്ടത്. അതുവരെ അത് ഒന്നിച്ച കോൾഡ് വാർ പീരീഡ് ഇവർ ഒത്തിരി ആയുധ പരീക്ഷണവും നാസ ഡെവലപ്പ് ചെയ്യപ്പെടുന്നതും എല്ലാം പിന്നീടാണ്. അപ്പോൾ ഈ ഒരു ലോകക്രമത്തിൽ ബഹിരാകാശ യാത്ര, ചന്ദ്രയാത്ര ഇങ്ങനെ മത്സരിക്കുകയാണ്. പക്ഷേ അല്പം കഴിഞ്ഞ് 2000 ആണ്ട് തുടങ്ങുമ്പോഴേക്ക് റഷ്യ തകർന്നു. റഷ്യയുടെ ആധിപത്യം അല്പം വീക്കായി. 2000 ആണ്ട് വരുമ്പോഴേക്ക് 1990-ലെ റഷ്യ തകർന്നു. 10 വർഷം. അടുത്ത സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമേരിക്ക തകരുക ഫിനാൻഷ്യലി.
വലിയ കടക്കണിയിലേക്ക് അമേരിക്ക പോവാണ്. അപ്പോൾ ഈ 2 ലോകവും തകർന്നെങ്കിലും ഇന്ന് അവർ തന്നെയാണ് പവർ. അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ടുണ്ടായ ഗുണം 3 ലോകങ്ങൾക്ക് സ്വന്തം കിട്ടി. ബ്ലാക്സിൻ്റെ ലോകം. ആ ബ്ലാക്സിൻ്റെ ലോകത്തിൻ്റെ പ്രശ്നം അവിടെ പറയുന്നുണ്ട്. അവിടെ മുഴുവൻ തുലാസനയിൽ പിടിച്ചിരിക്കുന്നു. പണത്തിന് ഒരിടം കഴി ഗോതമ്പ്, 3 ഇടം കഴി യവം, എണ്ണയ്ക്കും വീഞ്ഞും കേട് വരുത്തരുത്. ഭക്ഷ്യക്ഷാമമുണ്ട്, മരുന്നിന് ക്ഷാമമുണ്ട്, ഇന്ധനത്തിന് ക്ഷാമമുണ്ട്, എണ്ണയും വീഞ്ഞും അധികം ചിലവാക്കരുത്. അപ്പോൾ തേർഡ് വേൾഡിൻ്റെ പ്രശ്നമാണ് പട്ടിണി, കഷ്ടപ്പാട്, എണ്ണയില്ല, പോപ്പുലേഷൻ കൂടുതൽ. അപ്പോൾ എല്ലാ ലോകവും കൂടെ ചേർന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ എണ്ണ തീർക്കരുത്, അതിനും അധികം എടുക്കരുത്. അപ്പോൾ തേർഡ് വേൾഡ് കറുപ്പാണ്. പക്ഷേ അതിനകത്ത് ഒരു ഇതുള്ളത് സന്തോഷിക്കാൻ പറയുന്നത് തേർഡ് വേൾഡിൻ്റെ ക്യാപ്റ്റൻസ് ഇന്ത്യക്കാണ്. അതിലെ സമ്പന്ന ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ് ഇപ്പോൾ എമർജ് ചെയ്ത് വരുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മൾ ഫ്രാൻസ് പോയിരിക്കും. പക്ഷെ അത് ഇവർ ഈ സഖ്യത്തിലാണ് വരുന്നത്. എവിടെ അമേരിക്കയുടെ സഖ്യത്തിൽ അതൊക്കെ വരുന്നത്. അപ്പോൾ ഈ തേർഡ് വേൾഡ് എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് അടുത്തതാകുന്ന 4ാം ശക്തിയാണ് ഈ പച്ച. അപ്പോൾ ഈ പച്ച കുതിര വിളർന്നുണ്ട്. അപ്പോൾ പച്ച ലോക ഭീകരതയുടെ ചിഹ്നമാണ്. കാരണം അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. നാലിൽ 4 ഘോര മൃഗം എന്ന് പറയുന്നത് ഇരുമ്പ് കല്ലുള്ള ഘോര മൃഗം. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ചാൽ അവരെ ആര് സഹായിച്ചോ അവരൊക്കെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. ഉദാഹരണം അഫ്ഗാൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. ഇപ്പോൾ അതോടെ നടക്കില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം കേവലമായ ഒരു മതമല്ല. അതിൽ എല്ലാവരെയും വലിയൊരു തീവ്രത അതിനകത്തുണ്ട്. ഈ തീവ്രവാദ ബോധം നിലനിൽക്കുന്ന വിവിധ ചില ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പറയണം. 1ാം ലോകമായത്തും 2ാം ലോകമായത്തും നടത്തിയത് ഇസ്ലാമല്ല. അതുപോലെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തു. പക്ഷേ ഇതൊന്നും ഗോസ്പലിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയല്ല. അത് പൊളിറ്റിക്സാണ്. എന്തായാലും പൊളിറ്റിക്സ് അള്ളാഹുവിന് വേണ്ടി വാളെടുത്തല്ല. ഇത് അള്ളാഹുവിന് വേണ്ടി വാളെടുക്കുക. അതാണ് വ്യത്യാസം. അതായത് ഇപ്പം യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ പൊളിറ്റിക്കൽ ഫലം അതിൻ്റെ ശരിയും തെറ്റും പറയാം. ഉദാഹരണത്തിന് ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ്. അത് ഒരാൾക്ക് ഒരു ക്രിസ്ത്യാനി എന്നുള്ള അവന് ഏത് നിലപാടും എടുക്കുക ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്. ഒരു തെറ്റുമില്ല. അവൻ ആ ചർച്ച തുടരാം. ഇറാനാണ് ശരിയെന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിയെ ബൈബിൾ അനുവദിക്കുന്നു. അപ്പുറത്ത് പാലസ്തീനാണ് ശരിയെന്ന് പറയാൻ അനുവദിക്കുന്നു. പ്രോഗ്രസി പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഈ ഏത് നിലപാടും എടുക്കാം. കാരണം ഇത് ക്രിസ്ത്യൻ യുദ്ധമല്ല. ക്രിസ്ത്യാനിക്ക് അതിന് വകുപ്പില്ല. ഇതൊരു രാഷ്ട്രം അവരുടെ പൊളിറ്റിക്സിനെ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ശരിയോ തെറ്റോ ആയ തീരുമാനമാണ്. അത് കാലം കഴിയുമ്പോഴാണ് ശരിയോ തെറ്റോ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചോളം ലാദൻ നടത്തിയതോ അല്ലെങ്കിൽ നമ്മുടെ കുതികളെ കൂട്ടക്കൊല ചെയ്ത സദ്ദാം നടത്തുന്നതോ ഒക്കെ ഇസ്ലാമിക വാറാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ മാനസികമായിട്ട് അണിനിരക്കുന്നത്. ഈ അൽഖ്വായ്ദയ്ക്ക് ഏറ്റവും ആരാധകരുള്ള സ്ഥലമാണ് കേരളം. അതെ. അപ്പം ഇവരവിടെ ഭയങ്കര തൽപരത പ്രകടിപ്പിക്കുകയാണ്. ഈ ഒരു പരിസ്ഥിതിയിൽ ഈ ഭീകരത ശക്തിപ്പെട്ടപ്പോൾ ഈ ഭീകരതയെ അടിച്ചൊതുക്കിയത് അമേരിക്കയാണ്. അങ്ങനെയാണ് ഇന്ന് അറബ് കൺട്രീസ് അല്ല, ഏതാണ്ട് അമേരിക്ക പറയുന്ന വിധത്തിലേക്ക് എത്തി. അമേരിക്ക പറയുന്ന ഇസ്രയേലിന് വലിയ കൈയുണ്ട്. അപ്പോൾ ഇവർ ചേർന്ന് അടിച്ചൊതുക്കിയപ്പോൾ കഴുകൻ ആണ് വിളിക്കുന്ന വരാൻ. അപ്പോൾ ഇത് വിളറിയ പച്ച വിളറിക്കിടക്കാണ്. പക്ഷേ ഇത് ഒരു കൊണ്ടു നടക്കുന്ന ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട തത്സമയത്തെടുത്ത് പ്രയോഗിക്കും. ഇത് ക്രിസ്തുപ്പം മറഞ്ഞിരിക്കുകയാണ്. അത് പുറപ്പെട്ടു വരും. അടുത്തൊരു കാര്യം, ഈ ഇത് ക്രിസ്തുവിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് ബൈബിള്. അവൻ ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേർ പറയുന്ന ഏതിനുമെതിരെ തന്നെത്താൻ ഉയർത്തും. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതത്തിൽ ദൈവമില്ല. സത്യത്തിൽ അത് ദൈവോദരാശയമില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദല്ലേ വലിയ ആള്. രണ്ടാമത് ഹിന്ദുക്കൾക്കെതിരെ, ക്രിസ്ത്യാനിക്കെതിരെ, യഹൂദനെതിരെ, ലോകത്തെല്ലാവർക്കും എതിരെ. അതിന് വലിയൊരു തമാശ, ഈ ന്യായവിധി ദിവസത്തിൽ അള്ളാഹ് ഈ ഏത് മുസ്ലിമിൻ്റെയും പാപം യഹൂദൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മീതെ വെക്കും. അല്ലേ? ന്യായവിധി ദിവസത്തിൽ അള്ളാഹ് ചെയ്യാൻ പോകുന്ന അനിൽ ഇങ്ങോട്ട് നീക്കാൻ പറയും. അനിൽ ഇങ്ങോട്ട് മാറിയിക്കാൻ പറയും. എന്താ നമ്മളെ ഉപദ്രവിക്കാം. ചോദിക്കും പറയും ലാദൻ ട്രേഡ് സെൻറ്റർ തകർത്തതിനാണ് നമുക്കിട്ട് അടിക്കുന്നത്. അല്ലെ? കുർദുകളെ അവൻ കൂട്ടക്കൊല്ല ചെയ്തതിന് ഒരു ബന്ധമില്ലാത്ത നമുക്കിട്ട് അടിക്കുന്നത്. ഇത്തരം വിവരക്കേടുകളാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കത് പേടിയൊന്നുമില്ല, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ലോജിക്കില്ലാത്ത അള്ളാഹു ഇവൻ ചെയ്ത പാവം എൻ്റെ തലയിൽ കെട്ടിവെക്കുക. എന്തൊരു തന്നു നമ്മുടെ നാട്ടിലെ പോലീസുകാരിന്ന് പറയാം. അല്ലേ? ഒരു ബന്ധമില്ലാത്ത തന്നെ പിടിച്ചിരിക്കുക. അള്ളാഹ് ചെയ്ത ഇതാ എന്തുമാകെ അള്ളാഹുള്ളത്. അപ്പം ഇങ്ങനെ ഈ ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേർ പറയുന്ന ഏതിനുമെതിരെ തന്നെത്താൻ നിർത്തുന്ന എതിരാളി. ഇതാണ് പ്രത്യേകത. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം വെച്ച് പഠിക്കുമ്പോൾ മുഹമ്മദിസം തീർച്ചയായിട്ടും അത് ആൻറ്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. എതിർ ക്രിസ്തുവിൻ്റെ ഒരു ആസ് ടൈപ്പാണ് ശരിക്കും മുഹമ്മദ്. അതായത് കുതിരകളെ കുറിച്ചുള്ള പഠനം. വളരെ താങ്ക് യു. ഏതായാലും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ അന്ത്യകാലത്തെ പറ്റി നമ്മളിപ്പോൾ ഈ കുതിരകളുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് സംസാരിച്ചു. ഈ വേറൊരു പഠനം, അത് പാസ്റ്റർ അത് കേട്ട് കാണും, അറിഞ്ഞു കാണും, പാസ്റ്റർ അതിനെപ്പറ്റി പഠിച്ച് കാണുമെന്നും എനിക്കറിയാം. ഈ അന്ത്യക്രിസ്തു നമ്മുടെ വിശ്വാസം അനുസരിച്ച്, വേദപുസ്തകം പറയുന്നതനുസരിച്ച് ക്രിസ്തു വരുന്നുണ്ട്. ഇസ്ലാമിലും അവർ തന്നെ പറയുന്നുണ്ട് ഈശ വരും, അവസാനം വീണ്ടും വരും, പ്രവാചകൻ വീണ്ടും വരും. ഇത് ഒന്ന് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ഈശ വേറെയാണെന്ന് എനിക്കറിയാം. എങ്കിലും അതിനെപ്പറ്റി പാസ്റ്റർ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അത് വലിയ കോമഡിയാണ്. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ കുറേ ഞാൻ പറയാറുണ്ട് VBS, വയലൻസ്, ബിസിനസ്, സെക്സ്.
ഇത് മൂന്നും അതിലുണ്ട്. ഇസ്ലാം. പക്ഷെ നാലാം ഒന്നുകൂടെ പറയുന്നുണ്ട്, ഒരു കോമഡി. ഉം. കോമഡി ഈസ വരുന്നത് പിന്നെ യെരുസലേമിന് കിഴക്കെ ധവള ഗോപുരത്തിലൂടെ ഈസ വരും. ഉം. ഈസയുടെ ഇനി വരാനുള്ളത് പറഞ്ഞാൽ പന്നികളെ കൊല്ലുക. ഉം. അതിപ്പം നമ്മൾ കുറെ പേർക്ക് നോക്ക് കൊടുത്തപ്പോഴേ ഈസ വരുന്നത് ഈ പന്നികളെ കൊല്ലപ്പോൾ കേരളത്തിൽ കുറെ ലൈസൻസ് കൊടുത്താൽ മതി, നമുക്കെല്ലാം എന്താ തോക്ക് തന്നിട്ട് ഒന്നേക്കാൻ പറഞ്ഞു. ഒന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈസ വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഉം. ഈസ വരും, കല്യാണമൊക്കെ കഴിക്കും, ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കും, 40 വർഷം ജീവിക്കും. ഉം. മറിയത്തെ മുഹമ്മദ് കല്യാണം കഴിക്കും. ഉം. ഇതൊന്നും കൊണ്ട് തീർന്നില്ല, ആ, ഇനിയും കല്യാണം കഴിക്കും. അത് ശരി. അപ്പോൾ ദജ്ജാൽ, ദജ്ജാലിനെ കൊടുക്കും. ഉം. അത് അവരെ പറയുന്ന ഒരു ഇരിക്കുന്ന ആൾ, ഉം. ആ കക്ഷി കൊടുക്കും. ഉം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മുഹമ്മദിന് കിട്ടിയെന്നാണെന്ന് വെച്ചാൽ, ഈ മുഹമ്മദ് ജനിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ചുറ്റും ധാരാളം ക്രൈസ്തവരുണ്ട്. ഈ ക്രൈസ്തവർ തിയോളജിക്കലി നല്ല സൗണ്ടഡ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലമില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ പുള്ളിയുടെ അങ്കിള് തന്നെ. അതെ ബറക്കത്ത് ബറക്കത്ത്. ഇബ്നു നൗഫൽ. ഈ ഇവർ പോലും അസലം പ്രയോഗം, ഈ വെറ്റയിൽ മഷിയിട്ട് തൂക്കുന്ന പോലെയൊക്കെയുള്ള, വെറ്റയല്ല, അവർ പാത്രത്തിലാണ്, ഒരു പാത്രത്തിൽ അസലം പ്രയോഗിക്കാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ നടത്തുന്ന മനുഷ്യരായിരുന്നു. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം കിട്ടിയ കഥകൾ, അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇമ്രാന്റെ മകളും ഹറൂണിന്റെ സഹോദരി. അതായത് അന്ന് പഴയ നിയമത്തിൽ പോയി മോശയുടെ 10,500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് മറിയമായിട്ട് പുള്ളി തെറ്റിദ്ധരിച്ചത്. ഇതുപോലെ ട്രിനിറ്റിയെ കുറിച്ചും തെറ്റിദ്ധാരണമാണ്. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത്, അന്നാളിൽ ഈസായെ വിളിച്ച് അള്ളാഹ് ചോദിക്കും, നീ നിനക്ക് പുറമെ എന്നെയും നിന്റെ അമ്മയെയും ദൈവങ്ങളാക്കിയിട്ടുണ്ടോ? അതിന്റെ കാരണം ഈ തിരുക്കുടുംബത്തിന്റെ ചിത്രമായിരുന്നു പലയിടത്തും അന്ന്. അപ്പം ഈശോ മറിയ ഔസേപ്പ് എന്ന് പറയുന്ന ആ സങ്കല്പത്തെ പുള്ളി ധരിച്ചത് ഇത് അള്ളാഹുവും അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് വൺ ദെൻ മറിയം ദെൻ ഈസ, ഇതാണ് ധരിച്ചു. ഇങ്ങനെ മുന്ന എന്ന് നിങ്ങൾ പറയരുത്. ചുരുക്കത്തിൽ ഇതാ ഞാൻ പറയുന്നത്, നമ്മുടെ ആളുകളും ഖുറാൻ വായിക്കണം. ഞാൻ ഫിലാഡൽഫിയയിൽ വരുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വരും, ഖുറാൻ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കുകയാണ്, ഇംഗ്ലീഷിലുള്ള കോപ്പിയില്ല. അവൻ ധൈര്യമായിട്ട് ഓരോ കോപ്പി വാങ്ങണം. ഓരോ കോപ്പി വാങ്ങിയിട്ട് നമ്മുടെ കൃതികളിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ സൗകര്യന്മാർ പ്രാപ്തരാണ്. ഞാനിവിടെ ആകെ നോക്കി ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കാൻ നമ്മുടെ സൗകര്യന്മാരായിട്ട് ബന്ധപ്പെട്ട് ഇനിയും വരുവാണെങ്കിൽ നമുക്കത് ചെയ്യണം. കുതിരകളെ കുറിച്ചുള്ള ആ പഠനത്തിൻ്റെ ഒരു സംക്ഷിപ്തമാണ് നമ്മൾ പറഞ്ഞത്. ഇതിലെല്ലാം നമ്മൾ കാണേണ്ടത് ബൈബിളും അത് മുമ്പോട്ട് വെച്ച പ്രവചനാശയങ്ങളും കലാധിപത്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മേഖലയിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും പാടെ തൂത്തെറിയാനാവാത്തത്. അതിൻ്റെ ആ സ്പർശം അവിടെ കിടപ്പുണ്ട്, അത് എടുത്തു കളയാൻ പറ്റില്ല. അപ്പോൾ അത് ആ വെളിച്ചം കെടാതെ കൊണ്ടുപോകേണ്ടത് 2-3 കാരണങ്ങൾക്കാണ്. ഒന്ന്, നിങ്ങൾ നല്ലൊരു ദൈവഭക്തനാവുക വഴി നല്ലൊരു പൗരനാവുകയാണ്. നിത്യതയ്ക്ക് ഈ ലോകത്തിലെ പൗരത്വത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് അത് അടിസ്ഥാനമാകും. ഇസ്ലാം അങ്ങനെയല്ല, അത് ഭീകരതയുടേതാണ്. അത് നിങ്ങളെ ജയിലിലെത്തി ഈ ലോകത്താണ്, പരലോകത്തെത്തിയ നരകത്തിലെത്തിക്കുക. ഈ 2 ഭീകരത നമ്മുടെ മുൻപിപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഞങ്ങളുടെ ഇസ്ലാമിക സഹോദരങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നിഷ്പക്ഷാൽ പരിശോധിക്കണം. ചീത്തയും തെറിയൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളിത് അതിനകത്ത് കഴമ്പുണ്ടോ, അതായത് ഇവർ പറയുന്നതിലെ തെറ്റെന്താണ്, ആ തെറ്റ് കമൻ്റായിട്ട് എഴുതിയിടണം. അത് പറയാൻ മടിക്കേണ്ട, ഞങ്ങൾ തിരുത്താൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വന്നാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവം, സമാധാനം, നീതി ഇത്യാദി ഒത്തിരി നല്ല പദങ്ങൾ, കാരുണ്യം, ഇതൊക്കെ പറയുമെങ്കിലും പേരിന് പോലും ഇസ്ലാമിൽ ഇതൊന്നുമില്ല. അത് മുഴുവൻ ഭീകരത, അധർമ്മം, അശാസ്ത്രീയത, അവരണ ഇല്ലായ്മ ചെയ്യൽ, ഇങ്ങനെയൊക്കെയാണ്. ദൈവം അധികം പറയുന്നുണ്ട്, പക്ഷേ ദൈവത്തെക്കുറിച്ചല്ല, അള്ളാഹുവിനെ കുറിച്ചല്ല ഇവിടുത്തെ പ്രകീർത്തനം. അത് മുഴുവൻ മുഹമ്മദിനെ കുറിച്ചാണ്. അപ്പോൾ സർവശക്തി കിട്ടേണ്ട മഹത്വവും സ്തുതിയും അംഗീകാരവും ഒരു മനുഷ്യൻ തന്നിലേക്ക് കേന്ദ്രീകരിച്ച് തൻ്റെ ഇഷ്ടത്തിന് ഒരു ദൈവത്തെ വഴക്കിയെടുക്കുന്ന ഗൂഢമായ പ്രക്രിയ നമ്മൾ നിമ്രോദിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്, ബൈബിളിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ആ രംഗത്ത് വന്ന ആൾ തീർച്ചയായിട്ടും മുഹമ്മദാണ്. മുഹമ്മദ് പ്രതികരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആശയത്തെയാണ്, തത്വശാസ്ത്രത്തെയാണ്. പാസ്റ്റർ സൂചിപ്പിച്ചു, ഇതുപോലെ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ ഖുറാൻ അതിൻ്റെ ചെറിയ വെർഷൻസോ അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ ചെറിയ ബുക്കുകളോ ഒക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അത് സത്യമാണ്. പലർക്കും കിട്ടിയ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് മേടിക്കുന്നതിൽ തെറ്റില്ല, അത് വായിക്കുന്നതിൽ തെറ്റില്ല എന്ന് പാസ്റ്റർ സൂചിപ്പിച്ചു. എൻ്റെ ഒരു സംശയമുള്ളത്, ഇതിപ്പം മേടിച്ചു, വായിച്ചു, പക്ഷെ അവർ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം വായിക്കുമ്പോൾ ചിലപ്പം അതിൽ മാത്രം ആകൃഷ്ടരായി നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിനൊരു തടയിടാനും മാത്രം ഇവിടെ എത്രമാത്രം റിസോഴ്സസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് പരിമിതമായ അറിവേ ഉള്ളൂ. അപ്പം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെങ്കിലും നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പേരൻസിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ്? നിങ്ങൾ ഇവിടെ കിട്ടും സോഴ്സസ് ഉണ്ട്. ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ ബുക്കുകൾ വായിക്കുക. അതുപോലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ട മറ്റൊരു ഓതറാണ് ഡേവിഡ് വുഡ്. അപ്പോൾ ഡേവിഡ് വുഡിൻ്റെയും ക്രിസ്ത്യൻ പ്രിൻസിൻ്റെയും കൂടാതെ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച നബീൽ ഖുറേഷി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതികൾ കിട്ടും. പിന്നെ ആൻസറിങ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു നല്ല സൈറ്റ് തന്നെയുണ്ട്, അതിൽ ധാരാളം ഇത്തരം കാര്യങ്ങൾ കിട്ടും. ഇവർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരവുണ്ട്. പിന്നെ ഇവരുടെ ഒരു പ്രശ്നം വളരെ അഗ്രസീവായിട്ട് ഇടപെടത്തുള്ളൂ. ഞാനിവിടെ ഒന്ന് ട്രാക്ക് എടുക്കാൻ പോയി. അപ്പോൾ ഒരാൾ കിട്ടുമ്പോഴേ ഞാൻ മുസ്ലിമാണ്, എനിക്കെന്തിനാണ്, പിന്നെ സമാധാനപരമായിട്ട് പറഞ്ഞു.
നിൻ്റെ നല്ല ആശയങ്ങൾ എന്നോടൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ കേൾക്കാൻ വില്ലിങ്ങാണ്. ഈ പറയാൻ പറഞ്ഞു വന്നപ്പോൾ 2-3 ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ആൾ വിഷമിച്ചു. ഞാൻ ആദ്യം ചോദിച്ചതിലാണ് ഇല്ലാ ഇല്ലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഖുർആനിൽ ഏത് ചാപ്റ്ററില്ല, അങ്ങനെയില്ല. അള്ളാഹു അല്ലാതെ മറ്റാരില്ല. അത് എവിടെയാണ്? പിന്നെ ന്യായം പറഞ്ഞു വരിക. അടുത്തത്, ഖുർആനിൽ മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്ന വചനമുണ്ടോ? മനുഷ്യനെ സ്നേഹിക്കണം, അവിടെയൊന്നുമില്ല, പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചെറുതായ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ബൈബിളിൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യമുണ്ട്, ബ്രദർ മനസ്സിലാകാത്ത കാര്യമുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ബൈബിൾ പഠിക്കല്ല ചെയ്യേണ്ടത്. അത് ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കറിയാത്ത കാര്യമുണ്ട്, ഞാൻ പണ്ഡിതനല്ല. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ തേജസ്സും ബോധ്യവും ആ ശാന്തതയൊക്കെ ഉണ്ട്. അത് ഇസ്ലാമിന് ബദലല്ല. അത് വിട്ടിട്ട് വരും. എനിക്കൊരു കാര്യം മനസ്സിലായില്ല എന്നോർത്ത് ഓടിക്കയറാൻ പറ്റിയ സ്ഥലമല്ല ഇസ്ലാം. അതിൻ്റെ അപകടം മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലായി. നമ്മുടെ പേരൻസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പല പേരൻസിനും അതിനെപ്പറ്റി ഒരു വലിയ അറിവില്ല. അത് തന്നെയാണ് പ്രത്യേകിച്ച് അമേരിക്കൻ കോൺസെപ്റ്റിൽ രണ്ടുപേരും ജോലി ചെയ്യുന്നു, അവർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ബിസി ആകുന്നു. മക്കളുടെ കാര്യത്തിൽ ചിലപ്പോൾ കോളേജിൽ പോകുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് മറ്റ് വിഷയങ്ങളിലൊന്നും അവർ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് പരിമിതമായ അറിവേ ഉള്ളൂ. പിന്നെ ആകെപ്പാടെ ഉള്ളത് നമ്മുടെ ചർച്ചുകളാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും ഒക്കെ മാത്രമാണ് നമുക്കൊരു ഒരു ഒരു ബലത്തിനുള്ളത്. പല ചർച്ചകളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും ഞങ്ങളുടെ അച്ഛന്മാരോടൊക്കെ സംസാരിക്കുമ്പം അവർക്ക് ഭയമാണ്. തിരിച്ച് 3 വർഷം കഴിഞ്ഞ് ഇവർക്ക് നാട്ടിൽ പോകണം, നാട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ജീവിക്കണം അവിടെ. അതുകൊണ്ട് ഇവിടെ വെച്ച് പോലും ഇതൊന്നും തുറന്നു പറയത്തില്ല. അവർക്കറിയാം, അറിവില്ലായ്മ കൊണ്ടല്ല, പക്ഷെ അവർക്കത് പറയാനുള്ള ഭയമുണ്ട്. ഞങ്ങളുടെ അച്ഛന്മാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. കുറഞ്ഞ ഞങ്ങളുടെ പള്ളിയിൽ നിന്നെങ്കിലും കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് ലവ് ജിഹാദ് വഴിയൊക്കെ പോയ ആളുകളുണ്ട്. അവരോടെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞു കാണത്തില്ല, നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പല പേരൻസിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് സമയമില്ല. എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് അറിവില്ലായ്മ തന്നെയാണ്, പിന്നെ സമയമില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്കുകൾ, നമ്മുടെ റോബർട്ട് സ്പെൻസറിനെ പോലെയുള്ള ആളുകളുടെ ബുക്കുകളാണെങ്കിലും, പിന്നെ ഫസ്റ്റ് പറഞ്ഞ വെബ്സൈറ്റ് ഏതായിരുന്നു നമ്മുടെ ആൻസറിങ് ഇസ്ലാം, അതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് റിസോഴ്സ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. തീർച്ചയായും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്കൊരു